എല്ലാവർക്കും വൈസ് അക്കാഡമിയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ട്രിഗണോമെട്രിയിലെ പ്രോബ്ലം ആണ് ചെയ്യുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻ ട്രയാങ്കിൾ പി ക്യു ആർ കോൺ ക്യൂ ഈക്വൽ ടു 90 ഡിഗ്രി, പി ക്യു ഈക്വൽ ടു 3 സെൻറ്റിമീറ്റർ, പി ആർ ഈക്വൽ ടു 6 സെൻറ്റിമീറ്റർ, ഫൈൻഡ് കോൺ ക്യൂ പി ആർ ആൻഡ് കോൺ പി ആർ ക്യൂ. നമുക്കൊരു ട്രയാങ്കിൾ വരയ്ക്കാം. ട്രയാങ്കിളിനകത്ത് കോൺ ക്യൂ എന്ന് പറയുന്നത് എത്രയാണ്? 90 ഡിഗ്രിയാണ് അല്ലേ? കോൺ ക്യൂ എന്ന് പറയുന്നത് 90 ഡിഗ്രി. ഇവിടെ നമുക്ക് പി എന്ന് കൊടുക്കാം, ആർ എന്ന് കൊടുക്കാം. പിന്നെന്താ തന്നിരിക്കുന്നത്? പി ക്യു ഈക്വൽ ടു 3 സെൻറ്റിമീറ്റർ തന്നിട്ടുണ്ട്. പി ക്യു 3 സെൻറ്റിമീറ്റർ, പി ആർ 6 സെൻറ്റിമീറ്റർ. നമുക്ക് കാണേണ്ട എന്തൊക്കെയാണ്? കോൺ ക്യൂ പി ആർ കാണണം. കോൺ ക്യൂ പി ആർ എന്ന് പറയുന്നത് കോൺ പി ആണല്ലേ. അതുപോലെ കോൺ പി ആർ ക്യൂ എന്ന് പറയുന്നത് കോൺ ആറും. അപ്പോൾ നമുക്ക് കോൺ പിയുടെയും കോൺ ആറിൻ്റെയും വാല്യൂ കണ്ടുപിടിക്കണം. നമുക്കറിയാം, നമുക്ക് സൈൻ എന്ന് വെച്ചാൽ സൈൻ്റെ വാല്യൂ എന്ന് വെച്ചാൽ ഓപ്പോസിറ്റ് സൈഡ് ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് ആണ് അല്ലേ. സൈൻ ഓപ്പോസിറ്റ് സൈഡ് ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്. അതുപോലെ തന്നെ കോസിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് അഡ്ജസൻറ്റ് സൈഡ് ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്. ടാൻ എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് സൈഡ് ഡിവൈഡഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ്. അപ്പോൾ നമ്മൾ ഈ ആറിനെ വെച്ചിട്ട് എടുക്കുകയാണെങ്കിൽ സൈൻ ആർ ഈക്വൽ ടു, സൈൻ ആർ എന്ന് പറയുന്ന ഓപ്പോസിറ്റ് സൈഡ്, ഈ ആറിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് എന്ന് പറയുന്നത് പി ക്യു അല്ലേ. സൈൻ ആർ ഈക്വൽ ടു പി ക്യു ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് പി ആർ. ഈക്വൽ ടു പി ക്യു എന്ന് പറയുന്നത് എത്രയാണ്? പി ക്യു എന്ന് പറയുന്നത് 3, പി ആർ എന്ന് പറയുന്നത് 6. സൈൻ ആർ ഈക്വൽ ടു 1/2 എന്ന് കിട്ടും. നമ്മൾ നേരത്തെ ഒരു ടേബിൾ പഠിച്ചിട്ടുണ്ടല്ലോ. ഈ സൈനിൻ്റെ ഏത് വാല്യൂസിനാണ് 1/2 കിട്ടുന്നത്? സൈൻ 30 ആണല്ലേ 1/2. അപ്പോൾ ആറിൻ്റെ വാല്യൂ എന്തായിരിക്കും? ആറിൻ്റെ ഏത് വാല്യൂവിനാണ് 1/2 വരുന്നത്? ആർ ഈക്വൽ ടു അപ്പം 30 ഡിഗ്രി എന്ന് കിട്ടും. ആർ ഈക്വൽ ടു 30 ഡിഗ്രി. ഇനി എന്താ? കോൺ പി കണ്ടുപിടിക്കണം. കോൺ പി കണ്ടുപിടിക്കാൻ നമ്മൾ സൈൻ പി എന്നെടുത്താൽ ഇവിടെ ഓപ്പോസിറ്റ് സൈഡ് ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്. ഇവിടെ ക്യു ആറിൻ്റെ വാല്യൂ ഉണ്ടോ? ക്യു ആറിൻ്റെ വാല്യൂ ഇല്ല. അതുകൊണ്ട് നമുക്ക് രണ്ട് വാല്യൂസ് ഉണ്ടെങ്കിലല്ല ഒരു വാല്യൂ മറ്റു വാല്യൂ കണ്ടുപിടിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നമുക്കിവിടെ കോസ് പി എടുക്കാം. കോസ് പി ഈക്വൽ ടു അഡ്ജസൻറ്റ് സൈഡ് പി ക്യു ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് പി ആർ ഈക്വൽ ടു, പി ക്യു എന്ന് പറയുന്നത് 3 സെൻറ്റിമീറ്റർ, പി ആർ എന്ന് പറയുന്നത് 6 സെൻറ്റിമീറ്റർ, ഈക്വൽ ടു 1/2 എന്ന് കിട്ടും. അപ്പോൾ കോസ് പി ഈക്വൽ ടു 1/2. അപ്പം കോസിൻ്റെ ഏത് വാല്യൂവിനാണ് 1/2 എന്നുള്ള വാല്യൂ കിട്ടുന്നത്? പി ഈക്വൽ ടു 60 സെൻറ്റിമീറ്റർ ആണല്ലേ. നമുക്ക് ഈ രീതിയിൽ കണ്ടുപിടിക്കേണ്ട. ഇവിടെ നമുക്ക് 90 ഡിഗ്രിയും 30 ഡിഗ്രിയും കിട്ടുമ്പോൾ തന്നെ നമുക്കറിയാം അടുത്ത ആംഗിൾ എന്ന് പറയുന്നത് എത്രയായിരിക്കും? 90 പ്ലസ് 180 മൈനസ് 90 പ്ലസ് 30 ആയിരിക്കും. ഈക്വൽ ടു 180 മൈനസ് 120 ഈക്വൽ ടു 60 ഡിഗ്രി എന്ന് തന്നെ കിട്ടും. ഈ രീതിയിൽ കണ്ടുപിടിക്കേണ്ട കാര്യമില്ല. ഈ രണ്ട് വാല്യൂ കിട്ടുമ്പം തന്നെ നമുക്ക് മറ്റേത് ഓൾറെഡി 180 നിന്ന് മൈനസ് ചെയ്താൽ മതി. The next question, if sin a minus b equal to 1/2, cos a plus b equal to 1/2, 0 less than a plus b less than or equal to 90 degree ആണ്. Find കോൺ a and കോൺ b. സൈൻ എ മൈനസ് ബിയുടെ വാല്യൂം കോസ് എ പ്ലസ് ബിയുടെ വാല്യൂം തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ എ പ്ലസ് ബിയുടെ വാല്യൂ എന്ന് പറയുന്നത് 0ക്കും 90 ഡിഗ്രിക്കും 90 ഡിഗ്രി ഈക്വൽ ഓർ ലെസ് ദാൻ ആയിരിക്കും. അതുപോലെ കോൺ എയും കോൺ ബിയും കണ്ടുപിടിക്കണം. നമുക്ക് തന്നിരിക്കുന്നത് സൈൻ എ മൈനസ് ബി ഈക്വൽ ടു 1/2. സൈനിൻ്റെ ഏത് വാല്യൂവിനാണ് 1/2 ആകുന്നത്? സൈൻ 30 ആണല്ലേ 1/2 എന്ന് പറയുന്നത്. അപ്പം എ മൈനസ് ബി ഈക്വൽ ടു എന്തെന്ന് കിട്ടും? 30 ഡിഗ്രി എന്ന് കിട്ടും. a minus b equal to 30 degree.
നെക്സ്റ്റ് തന്നിരിക്കുന്നത് വെച്ചാൽ കോസ് എ പ്ലസ് ബി ഈക്വൽ ടു 1/2. ദെൻ എ പ്ലസ് ബി ഈക്വൽ ടു ഏത് കോസിൻ്റെ ഏത് വാല്യൂ ആണ് 1/2 കിട്ടുന്നത്? 60 ഡിഗ്രിയാണ് അല്ലേ. അപ്പോൾ എ പ്ലസ് ബി ഈക്വൽ ടു 60 ഡിഗ്രി എന്ന് കിട്ടും. നമുക്ക് എ മൈനസ് ബിയുടെയും എ പ്ലസ് ബിയുടെയും വാല്യൂ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിനകത്ത് എയുടെയും ബിയുടെയും വാല്യൂ കണ്ടുപിടിക്കാമല്ലോ. എ മൈനസ് ബി ഈക്വൽ ടു 30 ഡിഗ്രി, എ പ്ലസ് ബി ഈക്വൽ ടു 60 ഡിഗ്രി. ഇക്വേഷൻ 1ഉം ഇക്വേഷൻ 2ഉം എന്താ ചെയ്യുന്നത്? 1 + 2 കാണുന്നു. എ പ്ലസ് എ 2a ഈക്വൽ ടു മൈനസ് ബി പ്ലസ് ബിയും 0 ആയി പോവും. 2a ഈക്വൽ ടു 90 ഡിഗ്രി എന്ന് കിട്ടും. അപ്പോൾ എ ഈക്വൽ ടു എന്തെന്ന് വരും? 45 ഡിഗ്രി എന്ന് വരും അല്ലേ. നമുക്ക് ഒരെണ്ണത്തിൻ്റെ വാല്യൂ കിട്ടി, മറ്റേതിൻ്റെ ഒരെണ്ണത്തിന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതിയല്ലോ. എ പ്ലസ് ബി ഈക്വൽ ടു 60 ഡിഗ്രിയാണ്. എ പ്ലസ് ബി ഈക്വൽ ടു 60 ഡിഗ്രി. അങ്ങനെയാണെങ്കിൽ ബി ഈക്വൽ ടു 60 മൈനസ് 45 ഈക്വൽ ടു എന്തെന്ന് കിട്ടും? 15 ഡിഗ്രി എന്ന് കിട്ടും. അപ്പോൾ എ ഈക്വൽ ടു 45 ഡിഗ്രി ആൻഡ് ബി ഈക്വൽ ടു 15 ഡിഗ്രി. The next question, given tan A equal to 4/3, find other trigonometric ratio of the angle A. ഒരെണ്ണത്തിന് tan A എന്ന് പറയുന്നത് 4/3 ആണ് തന്നിട്ടുണ്ട്. നമുക്കൊരു ട്രയാങ്കിൾ വരയ്ക്കാം. ഇപ്പോൾ എ എന്ന് പറയുന്നത് നമ്മളിവിടെ എടുക്കുകയാണെങ്കിൽ tan A എന്ന് പറയുന്നത് എന്തായിരിക്കും? ഓപ്പോസിറ്റ് സൈഡ് ഡിവൈഡഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ് ആയിരിക്കും അല്ലേ. അപ്പോൾ ഓപ്പോസിറ്റ് സൈഡ് എന്ന് വെച്ചാൽ 4/3 അല്ല 4, അഡ്ജസൻറ്റ് സൈഡ് എന്ന് പറയുന്നത് 3. അങ്ങനെയാണെങ്കിൽ ഈ ഹൈപ്പോട്ടന്യൂസിൻ്റെ വാല്യൂ എന്തായിരിക്കും? റൂട്ട് ഓഫ് a² + b² അല്ലേ. 4² + 3² ഈക്വൽ ടു റൂട്ട് ഓഫ് 16 + 9 ഈക്വൽ ടു റൂട്ട് ഓഫ് 25 എന്ന് പറയുന്നത് എന്തെന്ന് കിട്ടും? 5 എന്ന് കിട്ടും അല്ലേ. അപ്പോൾ ഇവിടെ 4, 3, ഹൈപ്പോട്ടന്യൂസ് എന്ന് പറയുന്നത് 5 എന്ന് കിട്ടും. ഫൈൻഡ് അതർ ട്രിഗണോമെട്രിക് റേഷ്യോ എന്നാണ് തന്നിരിക്കുന്നത്. അപ്പം അത് നമുക്ക് എന്ത് വേണം? സൈൻ എന്ന് പറയുന്നത് സൈൻ എ ഈക്വൽ ടു ഓപ്പോസിറ്റ് സൈഡ് ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്. വേണമെങ്കിൽ ഒരു വാല്യൂ കൊടുക്കാം. ഓപ്പോസിറ്റ് സൈഡ് ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് ആണ്. അതിൽ 4 ഡിവൈഡഡ് ബൈ 5 എന്ന് കിട്ടും. സൈൻ എന്ന് പറയുന്നത് 4 ഡിവൈഡഡ് ബൈ 5. നെക്സ്റ്റ് കോസ് എ എന്ന് പറയുന്നത് അഡ്ജസൻറ്റ് സൈഡ് ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് ഈക്വൽ ടു 3/5. ടാനിൻ്റെ വാല്യൂ തന്നിട്ടുണ്ട്. സൈന് കോസ് ടാൻ. ഇനി അടുത്ത സീക്ക് എന്ന് പറയുന്നത് എന്താണ്? കോസിൻ്റെ ഇൻവേഴ്സ് ആണ് അല്ലേ. 1/cos A ഈക്വൽ ടു ആണ് സീക്ക്. 1/cos A എന്ന് വെച്ചാൽ 1/3/5 എന്നു വരും 5/3. കൊസീക്ക് എന്തിൻ്റെ ഇൻവേഴ്സ് ആണ്? കൊസീക്ക് ഈക്വൽ ടു 1/sin A ഈക്വൽ ടു സൈൻ എന്ന് പറഞ്ഞാൽ 4/5 ദെൻ 5/4. ദെൻ കോട്ട് ഈക്വൽ ടു ടാൻ എന്ന് പറയുന്നത് 4/3 ആണ്. ദെൻ കോട്ട് ഈക്വൽ ടു 1/tan ഈക്വൽ ടു 3/4. നമുക്ക് മറ്റ് 5 ട്രിഗണോമെട്രിക് റേഷ്യോയുടെ വാല്യൂ നമ്മൾ കണ്ടുപിടിച്ചു. The next question, in a right angled triangle ABC, right angled at B, tan A equal to 1, find 2 sin A cos A. Right angled triangle at B, tan A equal to 1 ആണ്. ഫൈൻഡ് 2 sin A cos A കാണണം. tan A equal to 1 ഇങ്ങനെ പറയുമ്പോൾ ടാനിൻ്റെ ഏത് വാല്യൂവിനാണ് നമുക്ക് 1 എന്ന് കിട്ടുന്നത്? A equal to 45. ടാൻ 45 ഡിഗ്രി ആണ് അല്ലേ 1 എന്ന് പറയുന്നത്. അപ്പം A equal to 45 ഡിഗ്രി എന്ന് കിട്ടും. നമുക്ക് കാണേണ്ടത് എന്താണ്? 2 sin A cos A ആണ് കാണേണ്ടത്. 2 sin A cos A equal to 2 sin എയുടെ വാല്യൂ എന്താണ്? 45 ഡിഗ്രി. കോസ്
45 ഡിഗ്രി. നോക്കേ, സൈൻ 45 ഡിഗ്രി എത്രയാണ്? 1/√2 അല്ലേ? ആ ടേബിൾ എല്ലാവരും നന്നായിട്ട് പഠിക്കണം. 1/√2. കോസ് 45 ഡിഗ്രി എന്ന് പറയുന്നതും 1/√2. 2 ഡിവൈഡഡ് ബൈ √2 ഇൻറ്റു √2 2 ഈക്വൽ ടു 1 എന്ന് കിട്ടും. 2 സൈൻ എ കോസ് എ ഈക്വൽ ടു 1. The next question, find the value of the trigonometric function sin 765. Sin 765ന്റെ വാല്യൂ കാണണം. sin 765 ഡിഗ്രി ഈക്വൽ ടു, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചായിരുന്നു ഡിഗ്രി റേഡിയനിലോട്ടാക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? π/180 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം അല്ലേ? sin 765 ഇൻറ്റു π/180 ഈക്വൽ ടു സൈൻ 765ഉം 180യും കൂടി കട്ട് ചെയ്യുമ്പോൾ നമുക്ക് 17 ഡിവൈഡഡ് ബൈ 4 എന്ന് കിട്ടും. ഇനി നമുക്കിതിനെ 17 ഡിവൈഡഡ് ബൈ 4 എന്ന് പറയുന്നത് ഇങ്ങനെയായിട്ട് നമുക്കിതിനെ സൈൻ ഇങ്ങനെ എഴുതാം. നമ്മൾ സെപ്പറേറ്റ് ആക്കി എഴുതുന്നത് സൈൻ 4π. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഇതിലുള്ളത് പഠിച്ചതാണ്. സൈൻ 4π പ്ലസ് 1/4π. ഈ സൈൻ 4π നമ്മൾ ഈ രീതിയിലാക്കുന്നത് സൈൻ 4π എന്ന് വെച്ചാൽ എന്താണ്? സൈൻ π/2ൻ്റെ വാല്യൂ എന്താണ്? സോറി, സൈൻ പൈയുടെ വാല്യൂ 0 ആണ് അല്ലേ? സൈൻ പൈ എന്ന് പറയുന്നത് 0 ആണ്. അപ്പോൾ സൈൻ 4π എന്തോ ആകും? 2πയും 0 ആവും. 3π 4π ഇതെല്ലാം എന്തോ ആവും? 0 ആണ്. സൈൻ്റെ വാല്യൂ എന്ന് വെച്ചാൽ 0 ആണ്. അപ്പോൾ ഈക്വൽ ടു സൈൻ 0 പ്ലസ് 1/4π സൈൻ π/4 എന്ന് കിട്ടും. സോറി, സൈൻ π/4. സൈൻ π/4 എന്ന് വെച്ചാൽ എത്രയാണ്? സൈൻ 180 ഡിവൈഡഡ് ബൈ 4 ഈക്വൽ ടു സൈൻ 45 ഡിഗ്രി എന്ന് കിട്ടും. സൈൻ 45 ഡിഗ്രി എത്രയാണ്? 1/√2. അപ്പോൾ സൈൻ 765 ഡിഗ്രി എന്ന് പറയുന്നത് 1/√2 എന്ന് കിട്ടും. നെക്സ്റ്റ് രണ്ട് പ്രോബ്ലം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് വർക്ക് ചെയ്യാനുള്ളതാണ്. നമ്മളിപ്പോൾ ചെയ്തു പോലുള്ളൊരു ക്വസ്റ്റ്യാണ്. കൊസീക്ക് -1410 ഡിഗ്രി. അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് 2 എന്ന് കിട്ടും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇനി ട്രയാങ്കിൾ എ ബി സി കോൺ ബി ഈക്വൽ ടു 90 ഡിഗ്രി, എ ബി ഈക്വൽ ടു 5 സെൻറ്റിമീറ്റർ ആൻഡ് കോൺ എ സി ബി ഈക്വൽ ടു 30 ഡിഗ്രി. ഫൈൻഡ് ദി ലെങ്ത് ഓഫ് ദി സൈഡ്സ് ബി സി ആൻഡ് എ സി. ഇവിടെ ബി സി എന്ന് പറയുന്നത് 5√3 സെൻറ്റിമീറ്റർ എന്ന് കിട്ടും. എ സി ഈക്വൽ ടു 10 സെൻറ്റിമീറ്റർ എന്ന് കിട്ടും. ഓക്കെ, താങ്ക് യു. അപ്പോൾ ബാക്കി പ്രോബ്ലം നമ്മൾ ചെയ്യാം. എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് ആ ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.